നമസ്കാരം. ഈ പ്രപഞ്ചം എങ്ങനെ രൂപം കൊണ്ടു എന്നത് എക്കാലവും ആളുകളെ അതിശയപ്പെടുത്തുന്ന ഒരു നിഗൂഢമായ കാര്യമാണ്. പ്രപഞ്ചോൽപത്തി സംഭവിച്ചത് ഒരു മഹാവിസ്ഫോടനത്തിലൂടെയാണെന്നാണ് നാം പഠിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പൊതുശാസ്ത്രധാരണയെ തിരുത്തിക്കുറിക്കാൻ പോന്ന ബ്ലാക്ക് ഹോൾ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന പുതിയ പഠനഫലങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ. അവർ വിശദീകരിക്കും പ്രകാരം പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനമല്ല, മറിച്ച് ബ്ലാക്ക് ഹോൾ അഥവാ തമോദ്വാരത്തിൽ നിന്നാണ് പ്രപഞ്ചം രൂപം കൊണ്ടതെന്നാണ്. ഇംഗ്ലണ്ടിലെ പോർട്സ്മൗത്ത് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ എൻഡിക് ഗാസ്റ്റനാഗിയും സംഘവുമാണ് പുതിയ ശാസ്ത്രാശയങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രൊഫസർ ഗാസ്റ്റനാഗ അവകാശപ്പെടുന്നത് തങ്ങൾ അവതരിപ്പിക്കുന്ന സിദ്ധാന്തത്തിന് പ്രപഞ്ചഘടനയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാനാകുമെന്നാണ്. ബ്ലാക്ക് ഹോൾ സിദ്ധാന്ത പ്രകാരം പ്രപഞ്ച രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചത് ഗുരുത്വാകർഷണ ബലമാണ്. ഒരു ഗുരുത്വാകർഷണ തകർച്ചയുടെ ആഴത്തിലാണ് പ്രപഞ്ചം രൂപപ്പെട്ടതെന്നാണ് ഈ സിദ്ധാന്തം സമർത്ഥിക്കുന്നത്. അടിസ്ഥാനപരമായി ഇന്ന് നാം കാണുന്ന പ്രപഞ്ചം സൃഷ്ടിക്കാൻ പുനരുജ്ജീവിപ്പിച്ച കോസ്മിക് ഇൻപ്ലോഷനാണ് സംഭവിച്ചിരിക്കുന്നതെന്നും ഈ സിദ്ധാന്തം വാദിക്കുന്നു. അങ്ങനെ രൂപം കൊണ്ട പ്രപഞ്ചത്തിന് പുറത്തേക്ക് പിന്നീട് വലിയൊരു ബ്ലാക്ക് ഹോൾ അഥവാ തമോദ്വാരം രൂപപ്പെട്ടുവെന്നും ഈ ഗവേഷകർ വിശദീകരിക്കുന്നു. പ്രപഞ്ചോൽപത്തിയെ സംബന്ധിച്ച ബ്ലാക്ക് ഹോൾ സിദ്ധാന്തം ഉയർന്നു വരുന്നത് ഇതാദ്യമായല്ല. മുമ്പും ഈ സിദ്ധാന്തം അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. വിഖ്യാത ബ്രിട്ടീഷ് സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനും പ്രപഞ്ചശാസ്ത്രജ്ഞനുമായ സ്റ്റീഫൻ ഹോക്കിംഗ് ബ്ലാക്ക് ഹോൾ സിദ്ധാന്തത്തിന് ഒട്ടനേകം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ തമോദ്വാരങ്ങൾ ചെറിയ അളവിൽ താപവികിരണം പുറപ്പെടുവിക്കുന്നുണ്ടെന്ന് തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതിനാൽ തന്നെ അത്തരം താപവികിരണങ്ങൾ ഇന്ന് ഹോക്കിംഗ് വികിരണം എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കൂടാതെ ഡേവിസ് ഫിംഗൽസ്റ്റൈൻ, റോയ് കെർ, എസ്ര ന്യൂമാൻ എന്നീ ശാസ്ത്രജ്ഞരും ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കും വിധം നിരവധി ഗവേഷണ ആശയങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഗവേഷകരെ പിന്തുടർന്നാണ് ഇപ്പോൾ പോർട്സ്മൗത്ത് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക സംഘം തുടർ ഗവേഷണ ആശയങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബിഗ് ബാങ് തിയറി പ്രകാരം പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടും മുമ്പ് എല്ലാം അനന്തമായ ഒരു ബിന്ദുവാണ് നിറഞ്ഞിരുന്നത്. ആ ഘട്ടത്തിൽ നിന്ന് ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം കോസ്മിക് ഇൻഫ്ലേഷൻ എന്നറിയപ്പെടുന്ന അസാധാരണമായ ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് ഈ ഗവേഷകർ സമർത്ഥിക്കുന്നത്. ഒരു വിസ്ഫോടനത്തിലൂടെയാണ് ഇത് സംഭവിച്ചതെന്നും അതേ തുടർന്ന് പ്രപഞ്ചം തണുത്തതിനു പിന്നാലെ നക്ഷത്രങ്ങളും ഗാലക്സികളുമെല്ലാം ഉണ്ടായി എന്നുമാണ് ഗവേഷകർ വാദിക്കുന്നത്. സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് കോസ്മോളജി എന്നാണ് ഇവർ വിശദീകരിക്കുന്ന ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. യൂക്ലിഡ് പോലുള്ള ബഹിരാകാശ ദൂരദർശിനികളോ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി സാധ്യമാക്കാൻ ഒരുങ്ങുന്ന അരാഖീസ് ദൗത്യമോ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർക്ക് ഈ വാദങ്ങൾ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബിഗ് ബാങ് മോഡൽ പ്രകാരം പ്രപഞ്ചം പൂർണ്ണമായും പരന്നതാണ്. എന്നാൽ ബ്ലാക്ക് ഹോൾ സിദ്ധാന്തമനുസരിച്ച് പ്രപഞ്ചം അല്പം വളഞ്ഞതായിരിക്കാമെന്നാണ്. നാസയുടെ യൂക്ലിഡ് പോലുള്ള ദൗത്യങ്ങളുടെ ഫലമായി പ്രപഞ്ചത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുടെ സ്ഥിരീകരണം സാധ്യമാക്കാനാകുമെന്നാണ് ഈ സിദ്ധാന്തത്തിൽ പുതിയ ആശയങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്ന പോർട്സ്മൗത്ത് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ അനുമാനിക്കുന്നത്. അങ്ങനെയത് ബ്ലാക്ക് ഹോൾ പ്രപഞ്ച സിദ്ധാന്തത്തിലെ വാദഗതികൾ ശരിയാണെന്നത് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ പുറത്തു കൊണ്ടുവരുമെന്നും പ്രപഞ്ചത്തിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് സംബന്ധിച്ച പല കാര്യങ്ങളും വെളിപ്പെടുമെന്നും അവർ അടിവരയിട്ട് പറയുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.